അങ്ങനെ കാണാൻ പറ്റിട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ ചെയ്തത് വഴി ഡിവിനാഷിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കാണാൻ. എന്ന് വെച്ചാൽ ഭാഗ്യം ഞാൻ ഉദ്ദേശിച്ചത് ഡിവിനാഷിന് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കാണണം അല്ലേ, ആളെ നേരിട്ട് കാണണം എന്നുള്ളത്. എന്നിട്ട് എന്ത് പറഞ്ഞു ആളെ? അധികം ഒന്നും സംസാരിക്കാൻ കിട്ടിയിട്ടില്ല. അത്ര ക്രൗഡ് ഉണ്ടേനു. പിന്നെ ഒരു ബോച്ച സാറിന്റെ ഒരു ഫാൻ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാൻ ഫോളോയിങ് ആണ്. അത്ര ആൾക്കാരെ ഗസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇതാക്കാൻ കിട്ടിയതിന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പ്ലസ് പിന്നെ സ്റ്റോറിന്റെ ആൾക്കാരും പിന്നെ മാനേജ്മെന്റും എല്ലാം നല്ല ഇതായോണ്ട് അന്നെ സ്റ്റോറിന്റെ ഉള്ളിലും കൂട്ടിക്കൊണ്ടേച്ച് സാറിനപ്പുറം ഫോട്ടോ എല്ലാം ഇതാക്കിയോണ്ട് നല്ലൊരു ഓവറോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സാറിനോട് പറഞ്ഞോ ഇങ്ങനെ സാറിന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതേപോലെ തന്നെ ഫിഗർ ഒക്കെ ചെയ്ത് നടന്നതെന്ന്? അങ്ങനെ ഒന്നും വർത്തമാനം പറയാൻ കിട്ടിയിട്ടില്ല. ആണോ? ഒരു ഫേസ് ടു ഫേസ് കാണാൻ കിട്ടിയോണ്ട് ഒരിത്. പക്ഷെ ഓവറോൾ ആടെ വന്ന ഗസ്റ്റിന്റെ എല്ലാം ഒരു നല്ലൊരു അവർ കുറെ പേരൊക്കെ ഡിവിനാഷിനെ ആദ്യമായിട്ട് കാണുന്നവരല്ലേ? കൊറേ ആൾക്കാര് എന്നോട് ചോദിച്ച് ബോച്ചെ സാറിന്റെ മോനാന്നോ അങ്ങനെയെല്ലാം ചോദിച്ചിരുന്നു. അമ്മയും ഉണ്ടായിരുന്നു ആ സമയം. കേൾക്കുമ്പോ ഒരു കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെയൊന്നല്ല. പക്ഷെ സെയിം ഒരു ലുക്ക് ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നതാണ്. അത് നല്ല ഇത്. കൊറേ ആൾക്കാർക്ക് സാറിനെപ്പരം ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഇതില് എന്റെ പേരും ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത് സ്റ്റോറിൽ അങ്ങനെയെല്ലാം ഇതായി. സാറിന്റെ ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ബോഡി ഗാർഡ്സിന്റെ പേരും ഫോട്ടോ എടുത്ത് കൊറേ ആൾക്കാരെ പേരും ഫോട്ടോ ഞാൻ എന്റെ അങ്ങനെ എടുത്തിന് ആൾക്കാർ ബോച്ചെ സാറിന് വിചാരിച്ചു എന്റെ പേരും ഫോട്ടോ എടുത്തിന് അങ്ങനെ. അങ്ങനെ അതായത് ബോച്ചയുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റാത്തവർക്ക് പോലും പറ്റാത്തവരൊക്കെ ആ ഒരു സങ്കടം നമ്മുടെ ഡിവിനാഷിന്റെ ഒപ്പം ഫോട്ടോ എടുത്ത് തീർത്തു.